പ്രധാനമന്ത്രി എന്താണ് ഉത്തർപ്രദേശിൽ പോയി പറഞ്ഞത്? ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾ എന്നാണ് ഒരു ജാതി, ഒരു മതത്തിനെ കോട്ട് ചെയ്ത് ഉദ്ദേശിച്ചത്. അത് പ്രധാനമന്ത്രി ആരാണ്? അതാ അങ്ങനെ നടക്കുന്നോണ്ടല്ലേ അദ്ദേഹം പറഞ്ഞു, പറയാൻ പറ്റത്തില്ല. ഓ, അപ്പൊ അടിപൊളി. അരിശം പിടിക്കുന്നതിന് പൈസ വാങ്ങുന്ന ഒരാളാണ്. അരിശം മൂത്തുകൊണ്ടാണ്. ഏതൊരാളെ ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാലും ഇന്റർവ്യൂ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മറുപടിക്ക് കാത്തിരിക്കണ്ടേ? അതൊന്നുമില്ല. അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വിരകുന്ന ഒരു സ്വഭാവമുള്ള ഒരു അവതാരികയാണിത്. അരിശം പിടിച്ചിട്ടാണ് സംസാരിക്കുക എന്നുള്ളതാണ് അരിശം അവതാരിക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അമ്മാതിരി ഇതാണ്. നമുക്ക് ശരിക്കും ഇത് കാണുമ്പോൾ നമ്മൾ ഒരു പ്രൊവോക്കാവുന്ന രീതിയിലാണ് ഇവരുടെ സംസാരം. പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ കഥ പറയണ്ടല്ലോ. അതായത് മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകൾ അവർ പെറ്റുകൂട്ടുന്നു എന്നുള്ള ഒരു വിവാദ പ്രസംഗം നരേന്ദ്രമോദി ഒരിക്കലും നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറഞ്ഞ വാക്കാണ് കേട്ടത്. അതായത് ആ നരേന്ദ്രമോദിയുടെ സ്റ്റേറ്റ്മെന്റിനെ അവർ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം. ഈ വീഡിയോ ഉടനീളം വേടനെ കുറ്റം പറയുന്ന ഒരു വീഡിയോ ആണ്, അരിശം പിടിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്കും അരിശം പിടിച്ച് സംസാരിക്കാം. തുടരാം. വേടന്റെ പാട്ടിന് ആസ്വാദനമില്ലെങ്കിൽ, വേടന്റെ പാട്ട് ബോറാണെങ്കിൽ, വേടന്റെ പാട്ട് മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഉപയോഗിക്കുന്ന ആൾ സമ്മതിച്ചല്ലോ. വേടന്റെ പാട്ട് മാനസാന്തരം കാണിക്കുന്നല്ലോ. മാനസാന്തരം കാണിച്ചിട്ട് ഒരുപാട് കൊലപ്പുള്ളികളെ ജയിലിൽ നിന്നും അല്ലെങ്കിൽ കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടും കൂടിയും പറയണം കേട്ടോ. അതായത് കഞ്ചാവ് വലിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാനത് വലിക്കില്ല ഇനി എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ സ്വീകരിക്കാതെ പകരം നീ അത് വലിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവതാരിക. കൊള്ളാം. പല ആളുകളെയും മാനസാന്തരപ്പെട്ടത് കൊണ്ട് കോടതി വെറുതെ വിട്ടിട്ടുണ്ട്, കുറെ ജയിലിൽ കിടക്കുന്ന ആളുകളെ. അതിനെക്കുറിച്ചും കൂടി സംസാരിക്കണം. അവർ ചെയ്തത് വേടൻ ചെയ്തതിന്റെ ഇരട്ടിക്ക് കാര്യങ്ങളാണ് എന്ന ബോധത്തോട് കൂടിയിട്ട് വേണം സംസാരിക്കാൻ. അടുത്ത ക്ലിപ്പ്. സർക്കാരിന്റെ പൊളിറ്റിക്സ് ആയിരിക്കും. അവർക്ക് എന്തെങ്കിലും ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കും. എന്നാ പിന്നെ ആ സർക്കാരിന്റെ പോലീസല്ലേ വേടനെ അറസ്റ്റ് ചെയ്തത്? പറഞ്ഞത് അതെന്താ പറഞ്ഞത്? അത് ആൾക്കാർ ഈ പറയുന്ന പോലെ ഒരു പറ്റം ആൾക്കാർ പറയുന്നു അദ്ദേഹത്തിന് മാത്രം അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അദ്ദേഹം കഞ്ചാവ് ഉപയോഗിച്ച് സമ്മതിച്ചു, അദ്ദേഹത്തിന് മാനസാന്തരം വന്നു, പിന്നെ എന്തിനാണ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നതെന്നാണ് അവർ ചോദിച്ചത്. ഏതവരാണ് ചോദിച്ചതെന്ന് പറയണേ. അത് കൃത്യമായിട്ട് സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം നിങ്ങളൊരു വീഡിയോ എടുത്തതിന്റെ ശേഷം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വെക്കാലോ, ഒരുപാട് ഡാറ്റ അങ്ങനെ കളക്ട് ചെയ്ത് ചേർക്കാന്നുള്ളത്. പക്ഷെ നിങ്ങളെ കയ്യിൽ അങ്ങനെയുള്ള ഡാറ്റാസ് ഒന്നും ഇല്ല എന്നാ പറയുന്നത്. കൊള്ളാം, അടിപൊളി. ഏതൊരു വ്യക്തിയാണ് വേടനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കേണ്ട, അയാൾ മാനസാന്തരം പെട്ടത് കൊണ്ട് വിടണം എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞിട്ടില്ല. അയാളെ വിടാൻ ആരും പറഞ്ഞിട്ടില്ല. പകരം കുറെ തമ്പുരാക്കന്മാരുടെ കഴുത്തിലും കൂടി കിടക്കുന്നുണ്ട് പുലിപ്പല്ലും മറ്റേ ആനപ്പല്ലും എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ. അതിനെ ഒന്ന് സംസാരിക്കുക, അതൊന്ന് ചർച്ച ചെയ്യുക, അതിനെ കുറിച്ച് പോലീസുകാരെ അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് കേട്ടപ്പോഴേക്കും ആള് വെറുതെ വിട്ടു. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വേടനെ കഞ്ചാവ് കേസിൽ പിടിച്ച് വേടൻ ഇനി വലിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മാനസാന്തരപ്പെട്ടത് കൊണ്ട് വിടാൻ ആരും പറഞ്ഞിട്ടില്ല. ഇത് ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരു ചാനലാണ്. ഇവർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ ഈ അരിശം പിടിച്ച സ്വഭാവം ആയതുകൊണ്ട് ആളുകൾക്കും ഒരു താല്പര്യക്കുറവ് ഉണ്ടാവുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഞാൻ പറയുന്നത് ജാതി പറയുന്നത് വേടനാണ് ഈ ജാതീയത കൊണ്ടുവരുന്നതല്ലേ പറയുന്നത്. വേടൻ ആവശ്യം ജാതീയത കൊണ്ടുവരുന്ന വേടനല്ല, രാഷ്ട്രീയക്കാരാണ് ഇവിടെ ജാതീയത കൊണ്ടുവരുന്നത്. രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ ജനങ്ങളെ ഡിവൈഡ് ചെയ്യുന്നത്. രാഷ്ട്രീയക്കാര് അധികാരത്തിന് വേണ്ടിയാണ് ഇവിടെ ജാതിയുമായി, അല്ലാതെ വേടനല്ല. വേടനൊക്കെ ഇവിടുത്തെ ആരാണ് ഇവിടെ ജാതി പറഞ്ഞിട്ടുള്ളത്? രാഷ്ട്രീയക്കാരല്ല ജാതി പറയുന്നത്. ഓക്കെ, രാഷ്ട്രീയക്കാരല്ല എന്ന് തന്നെ കൂട്ടാം. ഇവിടെ ഒട്ടനവധി സംഘടനകളുണ്ട്, അതായത് ജാതീയ സംഘടനകളിൽ. അതുകൊണ്ട് നോക്കണം കേട്ടോ ചേച്ചി. അതേപോലെ തന്നെ ഒരുപാട് മാട്രിമോണികളുണ്ട്. ജാതീയമായിട്ടുള്ള വേർതിരിവ് കാണിക്കാനുള്ളത് തന്നെയാണ് ആ മാട്രിമോണികൾ. അല്ലെങ്കിൽ ഹിന്ദുക്കൾ എല്ലാവരും ഒന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാട്രിമോണിയുടെ ആവശ്യമൊന്നുമില്ല. ഹിന്ദു മാട്രിമോണി എന്നാണ് തുടങ്ങിയാൽ മതി, അല്ലെ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിവാഹം കഴിക്കാം. ഇതൊന്നും അറിയാതെ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ഈ ഒരു ചേച്ചി. ഈ ഒരു ചേച്ചിക്ക് ഏറ്റവും ഒരു ഉദാഹരണം ഇന്ന് വന്ന ഒരു വാർത്തയാണ്. ജാതിപരമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന് കേൾക്കാം. കോടതിയും പട്ടികജാതി കമ്മീഷനും ഇടപെട്ടിട്ടും ദളിത് അധ്യാപകന് നിയമനം നൽകുന്നത് വൈകിപ്പിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാല. 2021 നടത്തിയ നിയമനത്തിന് അർഹതയുണ്ടായിരുന്നിട്ടും ഡോക്ടർ TS ശ്യാംകുമാറിന് നിയമനം കിട്ടിയില്ല. എപ്പടി ഇருக்கு? ഈ കേരളത്തിലാ, ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. തീർന്നിട്ടില്ല. വാർത്തയുടെ ഫുള്ള് രൂപം കേട്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. TS ശ്യാംകുമാറിന്റെ കാര്യത്തിൽ പട്ടികജാതി കമ്മീഷനും അതുപോലെ കഴിഞ്ഞ ദിവസം കോടതിയും അടക്കം പറഞ്ഞു ഇദ്ദേഹത്തിന് നിയമനം നൽകണം എന്നുള്ള കാര്യം. പക്ഷെ കോടതിയുടെ ഉത്തരവിൽ ഒരു വ്യക്തത കുറവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മീഷനെ അല്ലെങ്കിൽ നിയമോപദേശം തേടാൻ ഒരുങ്ങുകയാണ് സർവകലാശാല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ കൃത്യമായി അധ്യാപകന്റെ പ്രതികരണവും വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയ സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല. പക്ഷേ ആ ഉൾപ്പെടുത്തലോടുകൂടി മുന്നോട്ട് വെച്ച രാഷ്ട്രീയം തങ്ങളെപ്പോലുള്ള ആളുകളെ പരിഗണിക്കാത്തതിലൂടെ അത് റദ്ദായി പോവുകയാണെന്നാണ് കൃത്യമായി അദ്ദേഹം പറയുന്നത്. കേട്ടില്ലേ?
ജാതിപരമായിട്ട് ഈ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല. സോ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് നടക്കുന്ന ഒരു കാര്യമാണ് ചേച്ചിയെ ഈ കേൾക്കുന്നത്. ഇതൊന്നുമല്ല അതിന്റെ അപ്പുറത്തേക്ക് നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജാതീയമായ അധിക്ഷേപങ്ങൾ ഏറ്റുകൊണ്ട് ഒരുപാട് ആളുകൾ കള്ളക്കേസിൽ ജയിലിൽ കിടക്കുന്നുണ്ട്. കുറെ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ മനസ്സിലാക്കണം ചേച്ചി. ഇങ്ങനെ ഒരു ഗസ്റ്റിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങളുടെ ആദർശങ്ങളും നിങ്ങളുടെ അത്രയും തിട്ടൂരങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ബഹളം വെച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് പൊതുസമൂഹത്തിന് നേടിക്കൊടുക്കുന്നത്? ഒരു ചുക്കും നേടിക്കൊടുക്കുന്നില്ല. വേടനെ കുറിച്ച് സംസാരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു അവതാരിക. കൊള്ളാം. ജാതി പറയുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ജാതി പറയാറില്ല. രാഷ്ട്രീയക്കാര് അവരുടെ ജാതീയപരമായി ഓക്കെ, രാഷ്ട്രീയക്കാരൊന്നും ജാതി പറയാറില്ല. മിനിഞ്ഞാൻ നടന്ന ഒരു കേസാണ്, ഒന്ന് കാണാം. అయ్యా సర్పంచ్ నోరా ఒక నెల వరకున్నారా ఇరా రాడా ఏమై పిసియనా సరే ఎందుకని కదా మనం సర్పంచ్ కూడా మనం నిధులేస్తా ఉన్నాం. నేరుగా നരേന്ദ്ര മോഡി ഹി ഹോ ഹാ ഹും. ചേച്ചി ഇത് കണ്ടില്ലേ? എന്താ സംഭവം അറിയോ? അതായത് അവിടെ ആന്ധ്രാപ്രദേശ് ഒരു MLA ആണ്. ഈ MLA അടുത്തേക്ക് വിളിച്ച സമയത്ത് തൊട്ടടുത്ത ചേച്ചി പറയാണ് അവൻ മുന്നിൽ നിന്നോളൂ എന്നുള്ളത്. അതെന്താ, അവൻ ക്രിസ്ത്യാനിയാണോ എന്നാ ചോദിക്കുന്നത്. അത് ക്രിസ്ത്യാനി ആണെങ്കിൽ അവൻ താഴെ തന്നെ നിൽക്കണം എന്ന് ഉറപ്പിക്കാമേ. രണ്ടാമത്തെ കാര്യം ചേച്ചി വീണ്ടും പറയാ SC/ST ആണ് എന്നുള്ളത്. കൊള്ളാല്ലേ? SC/STയുടെ സ്ഥാനവും എവിടെയാണ്? താഴെയാണ്. ഇതൊക്കെ മനസ്സിലാക്കണം ചേച്ചി. BJP എന്ന രാഷ്ട്രീയ സംഘടനക്കകത്ത് നടക്കുന്ന ഒരു വിഷയമാണ്. ഈ ഒരു കാര്യത്തെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്റെ പൊന്നു ചേച്ചി, ഇവിടെ രാഷ്ട്രീയക്കാര് ഒന്നും പറയാറില്ല. കൊള്ളാം, തുടർന്ന് കേൾക്കാം. നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്തോ പറയുന്നത്? ശാരിക പറഞ്ഞല്ലോ ഇവിടെ പൊളിറ്റീഷ്യന്മാരൊന്നും ജാതി പറയാറില്ലെന്ന്. സുരേഷ് ഗോപി എന്താ പറഞ്ഞത്? അടുത്ത ജന്മത്തിലെ ബ്രാഹ്മണനായിട്ട് ജനിക്കണം. എനിക്ക് ബ്രാഹ്മണരോട് ഭയങ്കര എനിക്കൊരു പൂജാരിയായിട്ട് ജനിക്കണം. ശാരിക പറഞ്ഞല്ലോ പൊളിറ്റീഷ്യന്മാരൊന്നും അദ്ദേഹം കേന്ദ്രമന്ത്രി ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് ആഗ്രഹിച്ചത് പുള്ളിക്ക് ആ ഒരു മതം, അവര് വേദങ്ങളൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. അത് ജാതി പറയില്ലല്ലോ. ബ്രാഹ്മണത്വം ജാതികൾക്ക് മോശമാണെന്നുള്ളു. ബ്രാഹ്മണത്വം ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ എന്റെ പൊന്നു ശാരിക അരിശൻ ചേച്ചി, ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. സുരേഷ് ഗോപി അടുത്ത ജന്മത്തിൽ പൂണൂലിട്ട് ഒരു നമ്പൂതിരി ആവണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ശബരിമലയിൽ പോയിട്ട് ശബരിമലയിൽ ദൈവത്തിന് നിവേദ്യം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ദൈവികമായി വലിയൊരു സംഭവമാണ്, അതേപോലെ തന്നെ ദൈവ തുല്യമാണ് എന്നാ പറഞ്ഞത്. അതെനിക്കാവണം എന്നാ പറയുന്നത്. അതേ BJP-ക്കാർ തന്നെ, ശശികല മേഡം തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, ഏതൊരു അമ്പലത്തിലും പൂജാരി ആവാന് വേദം പഠിച്ചാൽ മതി, അത് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അതേ ആളുകളെ പറയുന്നത് അടുത്ത ജന്മത്തിൽ എനിക്ക് തന്ത്രി കുടുംബത്തിൽ ജനിക്കണം, എന്നാലേ ശബരിമലയിൽ എനിക്ക് പൂജ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഏത് നായാടിക്കും, ആ ഒരു വാക്കാണ് ഉപയോഗിച്ചത്, ഏതൊരു നായാടിക്കും ഇവിടെ എന്ത് ചെയ്യുക, അമ്പലത്തിൽ പൂജ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഞങ്ങളാണ് അതിന് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്ന BJP തന്നെയാണ്, BJP-യുടെ നേതാവ് തന്നെയാണ് ഈ സമൂഹത്തിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ ഞാൻ ചെവിയിൽ കൂടെയുള്ള നായരാണെന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടതല്ലേ? അപ്പൊ ജാതി ഏറ്റവും കൂടുതൽ ഉറക്കെ വിളിച്ച് പറഞ്ഞത് BJP-ക്കാർ തന്നെയാണ്. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. പിന്നെ ഒരു കേന്ദ്രമന്ത്രി ഒരു കാര്യം പറയുമ്പോൾ അത് ജനങ്ങൾ എല്ലാവരും കേൾക്കും. പല ആളുകളും അത് തെറ്റായിട്ട് എടുക്കും. അത്രേ ഉള്ളൂ. ഇവിടെ വേടം പറഞ്ഞ വാക്കുകളിലൊന്നും അടുത്ത ജന്മത്തിൽ എനിക്ക് പൂജാരി ആവണമെന്നോ നമ്പൂരി ആവണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ കൊള്ളാം. ആ ഒരു ഗസ്റ്റിന് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പെങ്കിലും കൊടുക്കണം. ഇത് കലവിലയാണ്, ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമന്ത്രി എന്താണ് ഉത്തർപ്രദേശിൽ പോയി പറഞ്ഞത്? ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾ എന്നാണ് ഒരു മതത്തിനെ കോട്ട് ചെയ്ത് ഉദ്ദേശിച്ചത്. അത് പ്രധാനമന്ത്രിയാണ്. അതാ അങ്ങനെ നടക്കുന്നോണ്ടല്ലേ അദ്ദേഹം പറഞ്ഞു. പറയാൻ പറ്റത്തില്ല. ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയില്ല. ഇതിന്റെ കമന്റ് നിങ്ങൾ ഇട്ടോ, ഞാൻ ഇൻട്രോയിൽ കൊടുത്ത കാരണം ഞാൻ പറയുന്നത് നിങ്ങൾ ഇട്ടോ.
അങ്ങനെയാണ്. അപ്പൊ ശാരിക തന്നെ പറഞ്ഞല്ലോ എന്ത്? ഇവിടെ ശാരിക ഇവിടെ രാഷ്ട്രീയക്കാരൊന്നും ഇവിടെ ജാതിയും മതവും പറയുന്നില്ല എന്ന് ശാരിക തന്നെ പറഞ്ഞല്ലോ. വേടൻ ജാതി പൊക്കിക്കൊണ്ട് വരുന്ന എന്തിനാണെന്നല്ലേ നമ്മൾ ചോദിക്കുന്നത്? അത് ഞാൻ രാഷ്ട്രീയക്കാരുടെ കാര്യം, നമ്മൾ കെ എം മാണിയുടെ കാര്യം, ഞാൻ പറഞ്ഞു, വേടന്റെ ബാല്യകാലത്ത് അയാൾ അനുഭവിച്ച അയാളുടെ ജാതി കൊണ്ട് അയാൾ നേരിട്ട പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളാണ് അയാൾ വരികളിലൂടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജാതിയും മതവും, ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആൾക്കാർ ഇൻടോളറന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സഹിഷ്ണുതയാണ് ജാതിക്കാർ അനുഭവിക്കുന്നത്? എന്തെല്ലാം ഒബിസിക്ക് പ്രത്യേകമായിട്ടുള്ള സംവരണമുണ്ട്, എത്ര പേർക്കാണ് ജോലി കിട്ടുന്നത്? ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചിക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൊഫസറാണ്, അദ്ദേഹത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്തുകൊണ്ട് നിയമനം കൊടുക്കുന്നില്ല, കോടതി ഇടപെടലുകൾ നടത്തിയിട്ട് പോലും കൊടുക്കുന്നില്ല. അതും ഈ ഒരു വലിയ വിദ്യാഭ്യാസമുള്ള ഒരാളുടെ അവസ്ഥയാണ് പറയുന്നത്. വിദ്യാഭ്യാസമുള്ള എല്ലാ SC STക്കും ഇവിടെ എവിടെയും കയറിച്ചല്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. പിന്നെ സംവരണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് പഠിക്കും കൂടി വേണ്ട, അങ്ങോട്ട് കൊണ്ടുപോയാൽ നേരെ ചെന്ന് സർട്ടിഫിക്കറ്റ് വെച്ചു കൊടുത്താൽ അത് കയറി ഇരുന്നോളാൻ പറയുമെന്നാണ് പറയുന്നത്. പിന്നെ ഇവർ ഉദാഹരണങ്ങളായിട്ട് വെക്കുന്നത് വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആളുകളുടെ പേരുകൾ മാത്രമാണെന്നുള്ളതാണ്. പിന്നെ വേടം പറഞ്ഞു DNA-യിൽ അതില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് പറയുന്നത്? തീർച്ചയായിട്ടും പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ, അവരുടെ DNA-യിൽ ഇല്ലാത്ത ഒരു കാര്യത്തിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാക്കാതെ അനാവശ്യമായിട്ട് ഇത്തരം ചർച്ചകൾ ഉണ്ടാക്കി വേടൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന രാഷ്ട്രീയത്തിനെ വളച്ചൊടുക്കുകയും BJP എന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് വളരാനുള്ള വളക്കൂറ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ദാഹം വരുമ്പോൾ സയനൈഡ് കുടിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നിങ്ങൾ അടിച്ചിറക്കുമ്പോൾ എന്നുള്ളതാണ്. നമ്മൾ വലിയൊരു ശക്തിയായി മാറണം എന്ന് വേടൻ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടല്ലോ. അതായത് പല രാഷ്ട്രീയ സംഘടനകൾക്ക് വേണ്ടിയിട്ട് ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ദളിതരായ ആളുകളുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് SC ST എന്ന് പറയുന്ന ഒരു സമുദായത്തിന് ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അങ്ങനെ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. വേടൻ അത് ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പറയുകയാണ് നമ്മളൊരു വലിയ ശക്തിയായി മാറണം എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു സമൂഹത്തിൽ അടിച്ചമർത്തിടുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ദളിതർ തന്നെയാണ്. ആ ദളിതർ എന്ന് പറയുമ്പോൾ SC STയും മാത്രമല്ല, ദരിദ്രരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും മനുഷ്യന്മാരായിട്ട് തുടരുക എന്ന് മാത്രമാണ് വേടൻ പറഞ്ഞിട്ടുള്ളത്. ആവശ്യമില്ലാതെ വളച്ചൊടിച്ചിട്ട് BJPക്ക് ഒരു വളക്കൂറുള്ള മണ്ണുണ്ടാക്കി കൊടുക്കാനാണോ അവതാരികയെ നിങ്ങൾ ശ്രമിക്കുന്നത്? ഞാൻ പറയട്ടെ, ശാരിക പറയേ, ഈ വേടൻ ഈ ജാതി ഉയർത്തിക്കൊണ്ടുവരുന്നു, ജാതി പ്രശ്നം പറയല്ലേ, ഏത് രീതിയിലുള്ള ജാതീയപരമായി എന്ത് പറഞ്ഞാണ് കോൺട്രവേഴ്സി ഉണ്ടാക്കിയത്? ജാതിയിൽ അയാൾക്ക് ജാതി വിവേചനം ഉണ്ടായെന്നോ, അയാളുടെ വീട്ടിൽ കോളനിയിലാണ് അയാൾ താമസിച്ചതെന്നോ, അയാൾക്ക് DNA-യുടെ പ്രശ്നമാണെന്നോ, അയാൾ സ്വന്തം ജാതിയിലെ DNA കുറിച്ച് പറയാൻ അയാൾ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന മിസ്റ്റർ അരുൺകുമാറിനോട് സംസാരിച്ചപ്പോ ആ ഇന്റർവ്യൂ കണ്ടിരുന്നോ? ആ വിഷയത്തിൽ ഒറ്റയടിക്ക് സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞില്ലേ? വേടൻ അങ്ങനെ ഒരു ജാതി പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഒരു പാട്ടിലെ വരി തമ്പുരാനാണെങ്കിൽ ഒരു മുടിയുമില്ല എന്നൊരൊറ്റ വാക്കിന്റെ വരി മാത്രമാണ് ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ആ പാട്ടിന്റെ തുടക്കത്തിലുള്ള ബാക്കിയുള്ള വരികളെ കുറിച്ചിട്ടോ അതിനുള്ളിലുള്ള വരികളെ കുറിച്ചോ ഒന്നും ചിന്തിച്ചിട്ടില്ല. മനോഭാവമാണ് മാറേണ്ടത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്താ ചെയ്യാ, ഇതിൽ പിടിച്ചു കയറി കഴിഞ്ഞാൽ വൈറൽ വീണ്ടും ആവും. ഇവരെ ചാനലിൽ ആവശ്യമായിട്ടുള്ള റീച്ചിലെത്തും, അവർക്ക് അത്യാവശ്യം അതിൽ നിന്ന് വരുമാനം കിട്ടും. അരിശം പിടിച്ചുകൊണ്ട് ചേച്ചിക്ക് വീണ്ടും ഇത്തരം ഇന്റർവ്യൂകൾ നടത്താം. കൊള്ളാം. ഇവിടെ എന്താണ് വേടൻ ഉദ്ദേശിക്കുന്ന കോൺട്രവേഴ്സീസ്? വേടനാണോ ഈ കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് വേടൻ? ഞാൻ എന്റെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹം മനഃപൂർവ്വം കോൺട്രവേഴ്സി ക്രിയേറ്റ്. അദ്ദേഹം ഈ ഷോ മുഴുവൻ ചെയ്യുന്നത് പൈസ മേടിച്ചിട്ടല്ലേ, സൗജന്യത്തിലല്ലോ ചെയ്യുന്നത്. അല്ല, ഞാൻ പറയട്ടെ, ഈ ശാരിക ഈ ഷോ ചെയ്യുന്നത് വെറുതെ ആണോ? അല്ല, ഞാനിവിടെ എവിടെ ജാതി പറയുന്നു, കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു? ഞാനെന്റെ ജോലി ചെയ്യുന്നു. അപ്പം നിങ്ങളൊരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത്. ജഗതി ഒരു തവണ ഒരു ആങ്കറിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, രഞ്ജിനി ഹരിദാസിനോട്. ആങ്കറുടെ ജോലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പരിപാടി നിയന്ത്രിക്കുക മാത്രമാണ്, ഒപ്പീനിയൻ പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, ചോദ്യത്തിനുള്ള മറുപടി കിട്ടുന്നത് വരെ താങ്കൾക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ അതിന് താങ്കൾ തയ്യാറാവുന്നില്ല. ഇത് തോക്കിന്റെ ഉള്ളിൽ കയറി വെടിവെക്കുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾ തന്നെയാണ് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് നരേന്ദ്രമോദി പറഞ്ഞ ഒരു വലിയ പ്രസ്താവന, വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയ ഒരു വേർഡാണ്. അതായത് ഇവിടുത്തെയുള്ള മുസ്ലിം സമുദായങ്ങൾ പെറ്റുകൂട്ടുന്നു എന്നുള്ള ഒരു കാര്യം, അവർ പെറ്റുപെരുകയാണെന്നുള്ളത്. ഇത് ഇന്നും ഇന്നലെ പറയുന്നില്ല. ഇവർ ഒരുപാട് ആളുകൾ, BJPയുടെ ഒരുപാട് ആളുകൾ പറയുന്ന കാര്യമാണ് മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നു എന്നുള്ളത്. എന്തിനാണ് അത് പറയേണ്ട ആവശ്യം? അത് പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ എന്തിനാണ് ന്യായീകരിക്കുന്നത്? അതായത് നിങ്ങൾ BJP സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന, നരേന്ദ്രമോദി സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന അത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്ന് തന്നെയല്ലേ? ഒരു അവതാരിക എപ്പോഴും നിഷ്പക്ഷമായി നിൽക്കുകയാണ് വേണ്ടത്. ഇതൊരു രാഷ്ട്രീയ ചാനൽ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത്? അത് മോശമാണ്, വിഡ്ഢിത്തരാണെന്നുള്ള ബോധത്തോട് കൂടിയിട്ട് ഇനി അടുത്ത അരിശം പരിപാടി നടത്തണേ. അയാൾ അയാളുടെ ജാതി കൊണ്ട് ഒരുപാട് സഫറിങ്സ് അയാൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഈ ഭരണഘടന എഴുതിയ BR അംബേദ്കർ, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞൊന്നുമില്ല. അദ്ദേഹം അതിന്റെ കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജാതി മൂലം ഒരുപാട് ഇന്റർഫറൻസസ് അദ്ദേഹത്തിന് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരെ കുത്തി എന്നാണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളെയും അദ്ദേഹം കുത്തി നോവിച്ചിട്ടില്ല.
നിങ്ങൾ സ്വന്തമായിട്ടാണ് ഏറ്റെടുക്കുകയാണ് ഞങ്ങളെ കുത്തി എന്ന് പറഞ്ഞിട്ട്. എന്തിനാണ് ആ കുത്ത് ഞങ്ങളെ നെഞ്ചത്തോട്ട് തറച്ചോളൂ എന്ന് പറഞ്ഞ് ചെല്ലുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തിയോട് മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് നമുക്ക് സമരങ്ങളിലൂടെ മുന്നോട്ട് പോകാം എന്നുള്ളത്. ആ സമയത്ത് അദ്ദേഹം തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഏത് രാജ്യം? വഴി നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത, പൊതു കിണറിൽ നിന്ന് വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത ഞങ്ങൾക്ക് എന്ത് രാജ്യമാണ് എന്നുള്ളത്. അത് അന്ന് പറഞ്ഞ അതേ വാക്ക് ഇന്നും സംഭവിക്കുന്നില്ല എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇന്നും അടിച്ചമർത്തപ്പെട്ടിട്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ആദിവാസി കോളനിയിലേക്കൊന്ന് നിങ്ങൾ അവിടെയൊക്കെ അനുഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. കാരണം നിങ്ങൾ അടിപൊളി മാളികയിലും അടിപൊളി കാറിലും AC-ലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ അവരനുഭവിക്കുന്നുണ്ട്. എന്റെ വീഡിയോന്റെ അടിയിൽ അവർ കമന്റ് ഇടുന്നുണ്ട്, അവരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന പല വാക്കുകളും വളരെ സത്യസന്ധമായ വാക്കുകളാണെന്ന് പറഞ്ഞ് എനിക്ക് എത്ര ആളുകൾ കമന്റ് ഇടുന്നുണ്ട് അറിയാം, എത്ര ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് അറിയോ? അതായത് ഇന്നും നടക്കുന്നു അത്തരം പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. നിങ്ങൾ കൂടുതലായിട്ടൊന്നും അന്വേഷിക്കേണ്ട. ഈ 4 സെന്റ് കോളനി, 5 സെന്റ് കോളനി പറഞ്ഞിട്ട് ഒരുപാട് കോളനികളുണ്ട് സർക്കാർ വക. അത്തരം കോളനികളിലേക്ക് ചെല്ലുക, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല ഇവര്. എന്നിട്ടാണ് ആ ഒരു സ്ത്രീക്ക് സംസാരിക്കാൻ പോലും അവസരം കൊടുക്കാതെ അരിശം പിടിച്ചുകൊണ്ട് ഈ അവതാരിക പലതും കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അംബേദ്കറിനെയും വേടനെയും ഒന്നും ആരും ഇവിടെ കമ്പയർ ചെയ്തിട്ട് അവർ രണ്ടാളും ഒന്നാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അംബേദ്കർ പറയുന്ന രാഷ്ട്രീയം, അംബേദ്കർ പറഞ്ഞ കാര്യങ്ങൾ അത് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തിനാ താഴ്ത്തിക്കെട്ടുന്നത്? താഴ്ത്തിക്കെട്ടാനുള്ളതല്ല, അത് പൊക്കി പറയാനുള്ളത് മാത്രമാണ്. ഒരു ചെറിയ കഷ്ണം കൂടി ഉള്ളൂ കേട്ടോ, അതുകൂടി കണ്ടിട്ട് നമുക്ക് നിർത്താം. വേടന്റെ പാട്ട് കേട്ട് ആരും സന്തോഷിക്കുന്നില്ലെന്ന് പറയുന്നത്. വേടന്റെ പാട്ട് കൂക്കി വിളിക്കുന്നവർക്ക് ഒരുപാടുണ്ട്, നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. വേടന്റെ പാട്ട് കേട്ട് ആരും സന്തോഷിക്കുന്നില്ല. ഈ ആരവങ്ങളൊക്കെ അവസാനിക്കും തീർച്ചയായിട്ടും. ഈ ആരവം അവസാനിക്കാൻ അധികം നാളൊന്നും വേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രമാത്രം ഒരു ഫാസിസ്റ്റ് മനോഭാവത്തോടു കൂടി സംസാരിക്കുന്ന ഒരു അവതാരികയാണ്. കുറെ ദിവസങ്ങളായിട്ട് ഇവരുടെ പല ഇന്റർവ്യൂകളും കാണാറുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അരിശം പിടിച്ചുകൊണ്ട് ഈ ഇരിക്കുന്ന ഇരുത്തവും ആ സംസാര രീതിയും ആ ഒരു സ്റ്റൈലും ഒന്നും നമുക്ക് ഇഷ്ടപ്പെടാറില്ല. എന്നാലും പല വിഷയങ്ങളും വൈറൽ ആവാറുണ്ട് എന്നുള്ളതാണ്, നെഗറ്റീവിലൂടെ വൈറൽ ആവുന്നതാണ്. തീർച്ചയായിട്ടും അത്തരം വൈറൽ വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജോലിയും കൂടിയാണ്. ഇതുവരെ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തിരുത്താൻ വേണ്ടി പരമാവധി പണിയെടുക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തെറ്റിൽ നിന്നും തെറ്റിലേക്കും ഇന്നും പിന്നെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എനിക്ക് വരുന്നേ പറയാനുള്ളൂ, വേടൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ തമ്മിലടിപ്പിക്കാനല്ല വന്നിട്ടുള്ളത്. എല്ലാവരും പല കാര്യങ്ങളും മറന്നുപോയി, അത് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പറയും എന്തിനാണ് അത് ഓർമ്മിപ്പിക്കുന്നത്, അത് ഒരുപാട് മുന്നേ നടന്നതല്ലേ, ആ ഒരു കറുത്ത നാളുകളെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് താല്പര്യമില്ല എന്നുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ആകാം ഒരു പക്ഷേ BJP നേതാക്കന്മാർ പരമാവധി ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പാഠപദ്ധതി തന്നെ എടുത്തു കളയാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്. കാരണം ചരിത്രത്തിൽ സ്ഥാനമില്ലാത്തത് കൊണ്ട് തന്നെ ചരിത്രം പഠിക്കുന്ന കുട്ടികൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് ചരിത്രം വേണം, നമ്മൾ ചരിത്രം പഠിക്കണം. അത് തീർച്ചയായിട്ടും പഠിക്കുക തന്നെ ചെയ്യും. അംബേദ്കറും അയ്യങ്കാളിയും ഒക്കെ പറഞ്ഞ രാഷ്ട്രീയം അത് ഉച്ചത്തിൽ ഉറക്കെ തന്നെ പറയും ചെയ്യും. ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇതിനുള്ള എല്ലാ മൗലിക അവകാശങ്ങളുണ്ട്. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.